നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വാർത്തകൾ പങ്കുവയ്ക്കാനുണ്ട്. ഇപ്പോൾ പണം നാട്ടിലേക്ക് അയക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച സമയം തന്നെയാണ്. അതുകൊണ്ട് പ്രവാസികൾ ഈ സമയം വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു വാർത്ത. മറ്റൊന്ന്, ഒമാനിലുള്ളവർ വെള്ളം കുടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി വാർത്തകൾ പങ്കുവയ്ക്കാനുണ്ട്. എന്താണ് ആദ്യത്തെ വാർത്ത? എന്താണ് ആദ്യത്തേത് തന്നെ? കാരണം ഇപ്രാവശ്യം ഓണത്തിന് നാട്ടിലുള്ളവർക്ക് ഓണത്തിന് പ്രവാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ അവർ ഓണം ഉണ്ടില്ലെങ്കിലും നാട്ടിലുള്ളവർക്ക് വളരെ പൈസ അയച്ചു കൊടുക്കുക, അവരുടെ സന്തോഷം കാണുക എന്നുള്ളതാണ് പ്രവാസികളുടെ സന്തോഷം. ഇപ്രാവശ്യം അതിന് പറ്റിയ സാഹചര്യമാണ് വന്നിട്ടുള്ളത്. കാരണം രൂപയുടെ മൂല്യത്തകർച്ചയാണ്. സത്യം പറഞ്ഞാൽ രൂപയുടെ മൂല്യത്തകർച്ച നമുക്ക് ഒട്ടും നല്ലതല്ല. പക്ഷേ ഇത് ഏറ്റവും നന്നായി വിചാരിക്കുന്നവർ പ്രവാസികൾ മാത്രമാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് നാട്ടിലേക്ക് പണം അയച്ചേ പറ്റൂ. അപ്പോൾ ഇപ്പോഴാണ് നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ടെങ്കിൽ അതിന് വളരെയധികം ലാഭമുണ്ട്. അതുകൊണ്ട് തന്നെ വൻ തിരക്കാണ് മണി എക്സ്ചേഞ്ചുകളുടെയൊക്കെ മുൻപിൽ നിൽക്കുന്നത്. കാരണം ഉറ്റവരുടെ ഓണാഘോഷം ഉഷാറാക്കാം എന്ന കണക്കുകൂട്ടലിലാണ് പ്രവാസികൾ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. അത് നേട്ടമാക്കുകയാണ് പ്രവാസികൾ. എക്സ്ചേഞ്ചുകൾ ഉൾപ്പെടെ ധനവിനിമയ സ്ഥാപനങ്ങളിലെല്ലാം നാട്ടിലേക്ക് പണം അയക്കാൻ നിൽക്കുന്നവരുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. UAE-യിൽ ഒരു ദിർഹത്തിന് 24.1 രൂപ ഒന്നാണ് വില. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിർഹം അവർ അയക്കുമ്പോൾ നാട്ടിൽ അത് 24 രൂപയായിട്ട് കിട്ടും. അതൊരു വലിയ ലാഭമാണ്. അപ്പോൾ വലിയ എമൗണ്ട് 1000 ദിർഹം അയച്ചാൽ തന്നെ സാധാരണ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇരട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ലഭിച്ച മികച്ച നിരക്കായിരുന്നു ഇത്. 28-ാം തീയതി രാത്രി അത് 23.85 രൂപയായിരുന്നു. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 16 പൈസയുടെ നേട്ടം. 1 പൈസ നേട്ടം പോലും ഇവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ലഭിക്കുന്ന അധിക തുകയിലൂടെ ഉറ്റവരുടെ ഓണാഘോഷം ഉഷാറാക്കാം എന്ന കണക്കുകൂട്ടലാണ് മലയാളികൾ. ഗൾഫിൽ ശമ്പളം ലഭിക്കുന്ന സമയമാണിപ്പോൾ. അതുകൊണ്ട് പണം അയക്കാനെത്തിയവരുടെ എണ്ണത്തിൽ 25% വർധനയുണ്ട്. വാരാന്ത്യമായിട്ടുള്ള ഈ ശനിയും ഞായറുമെല്ലാം ഇന്ന് നാളെയെല്ലാം നല്ല ബിസിനസ്സിനായി കാത്തിരിക്കുകയാണ് ധനവിനിമയ സ്ഥാപനങ്ങൾ. ഇതേസമയം രാജ്യാന്തര നിരക്ക് പൂർണ്ണമായും ലഭിക്കുന്നതും സേവന നിരക്കില്ലാത്തതുമായ ഓൺലൈൻ ആപ്പുകളിലൂടെ പണം അയക്കുന്നവരുടെ എണ്ണത്തിലും വൻ വർധനയുണ്ടായിട്ടുണ്ട്. ബോട്ടീം 24.1 രൂപ, ഇത്തി സലാത്തിന്റെ ഇ-മണി ആപ്പ് 23.95 രൂപയാണ് നൽകുന്നത്. ഇതേ തുടർന്ന് ചില എക്സ്ചേഞ്ചുകളും ആപ്പ് സേവനം ഏർപ്പെടുത്താൻ നിർബന്ധിതരായിട്ടുണ്ട്. അവർക്ക് ആപ്പ് കൂടെ അയച്ചാൽ മതിയെന്ന് പറയുന്നവരാണ്. എക്സ്ചേഞ്ചുകൾ സേവന നിരക്ക് ഈടാക്കുമ്പോൾ മൊബൈൽ ആപ്പുകൾ സൗജന്യമായോ നാമമാത്ര ഫീസ് ഈടാക്കിയോ ആണ് സേവനം നടക്കുന്നത്. തത്സമയം അക്കൗണ്ടിൽ പണം എത്തുമെന്നതും ആപ്പിന്റെ പ്രത്യേകതയാണ്. രാജ്യാന്തര നിരക്ക് 24 രൂപ കടന്നെങ്കിലും UAE-യിലെ ചില എക്സ്ചേഞ്ചുകളിൽ ഇന്നലെ ഒരു ദിർഹത്തിന് 23.91 രൂപ മാത്രമാണ് നൽകിയത്. സേവന നിരക്ക് 23 ദിർഹം 552 രൂപ അധികം നൽകേണ്ടതുണ്ട്. സേവന നിരക്ക് മറികടക്കാൻ ഇടത്തരക്കാരും നിക്ഷേപം പണം സ്വരുക്കൂട്ടി വെച്ച് മെച്ചപ്പെട്ട നിരക്ക് ലഭിക്കുമ്പോൾ ഒറ്റത്തവണയായി അയക്കുകയാണ് ചെയ്യുന്നത്. ഇതേസമയം ഇടപാടിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ എക്സ്ചേഞ്ചുകൾക്ക് സാധിക്കുമെന്ന് അധികൃതർ നേട്ടമായി ചൂണ്ടിക്കാട്ടുന്നു. ഡോളർ ശക്തിയാർജിക്കുന്നതോടെ ഇതിലും മെച്ചപ്പെട്ട നിരക്ക് വരും. ഇനി വരും ദിവസങ്ങളിലെല്ലാം തന്നെ കൂടുതൽ ലാഭമുണ്ടാകുമെന്ന് കാത്തിരിക്കുന്നവരുമുണ്ട്. പ്രവാസികൾക്ക് നാട്ടിലെ വായ്പ ഒന്നിച്ച് അടച്ചു തീർക്കാൻ പറ്റിയ സമയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഇപ്പോൾ പൈസ അയക്കുമ്പോൾ അവർക്ക് കടം വാങ്ങിയിട്ടൊക്കെ ഇപ്പോൾ ചിലപ്പോൾ നാട്ടിലേക്ക് ഗൾഫിലേക്ക് വരാൻ തന്നെ കടം വാങ്ങിയിട്ടൊക്കെ ആവുമല്ലോ. അതെല്ലാം ഒറ്റയടിക്ക് തന്നെ അടച്ചു വീട്ടാം എന്നുള്ളതും ഇവർക്ക് ഭയങ്കര ലാഭമായിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അതിന്റെ വിശേഷം? മൂല്യശോഷണത്തിന് ഇനിയും സാധ്യതയുള്ളതിനാൽ കയ്യിലുള്ള പണം 3 ഭാഗമാക്കി ഒരു ഭാഗം ഇപ്പോൾ അയക്കുന്നതാണ് അഭികാമ്യം. മികച്ച നിരക്ക് ലഭിക്കുമ്പോൾ ശേഷിച്ച ഒരു ഭാഗവും കൂടുതൽ ഗുണം കിട്ടുന്ന സമയം നോക്കി അടുത്ത ഭാഗവും അയക്കാം. ഇതേസമയം വായ്പ എടുത്തതോ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പിൻവലിച്ചോ കൊള്ളപ്പലിശയ്ക്ക് പണം വാങ്ങിയോ അയക്കുന്നത് ഗുണം ചെയ്യില്ല എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഡോളർ ശക്തി പ്രാപിച്ചതോടെ ഇന്ത്യൻ ഓഹരി വിപണികളിൽ നിന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപം പിൻവലിച്ച് ഡോളറിലേക്കും സ്വർണത്തിലേക്കും മാറ്റിയതാണ് രൂപയ്ക്ക് തിരിച്ചടിയായത്. ഇന്ത്യയിലെ ഇറക്കുമതിക്കാരും ബാങ്കുകാരും മാസാവസാനം ഡോളർ വാങ്ങിക്കൂട്ടുന്നതും രൂപയ്ക്ക് തിരിച്ചടിയാകും. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 0.5% കുറയുന്നതിനും ഇത് ഇടയാക്കും. ഇക്കാര്യത്തിൽ റിസർവ് ബാങ്ക് ഇന്ത്യയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഇടപെടൽ നിർണായകമാകും. US ഫെഡ് മീറ്റിംഗ് നടക്കാനിരിക്കുന്ന സെപ്റ്റംബർ 17 വരെ അനിശ്ചിതത്വം തുടരാനാണ് സാധ്യത. ഇതിനിടെ ക്രൂഡ് ഓയിൽ വില കുറയുന്നത് രൂപയ്ക്ക് ആശ്വാസം പകരുന്നുണ്ട്. വിനിമയ നിരക്ക് UAE ദിർഹം 24.1, ഖത്തർ റിയാൽ 24.22, സൗദി റിയാൽ 23.50, ഒമാൻ റിയാൽ 229.34, ബഹ്റൈൻ ദിനാർ
233.88, കുവൈറ്റ് ദിനാർ 288.52 എന്നിങ്ങനെയാണ്. ഇപ്പോൾ കുവൈറ്റ് ദിനാറിലൊക്കെ അയക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല ലാഭമായിട്ടാണ് വരുന്നത്. കുവൈറ്റിൽ നിന്ന് അയക്കുന്നവർക്കൊക്കെ ഒരുപാട് രൂപ ഇന്ത്യയിൽ കിട്ടുക. ഒരു ദിനാർ അയക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 278 രൂപ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. പക്ഷെ നമുക്കത് പ്രതിസന്ധിയാണ്. അതുകൊണ്ട് അത്ര അധികം കാലമൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ 3 ഭാഗമായി ഇപ്പോൾ കുറച്ച് അയക്കുക, പിന്നീട് ഇതുപോലെ വരുന്ന സമയത്ത് വീണ്ടും അയക്കുക. അങ്ങനെ അത് നല്ലതാണ്. എന്തായാലും ആ സമയം പ്രയോജനപ്പെടുത്തുകയാണ്. ഇനി പ്രവാസികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. അണുബാധയുള്ള കുപ്പിവെള്ള ബ്രാൻഡുകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒമാനിലെ ഭക്ഷ്യ ഗുണനിലവാര കേന്ദ്രം. 7 റിവേഴ്സ്, മൗണ്ടൻ ഡ്രോപ്സ് എന്നീ 2 കുപ്പിവെള്ള ബ്രാൻഡുകൾ ഒഴിവാക്കാൻ ഉപഭോക്താക്കളോട് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 ഉൽപ്പന്നങ്ങളിലും സ്യൂഡോമോണസ് എരിഗിനോസ കണ്ടെത്തിയതായി കേന്ദ്രം അറിയിച്ചു. ഇതൊരു ബാക്ടീരിയയാണ്. ഇത് ആരോഗ്യത്തിന് അപകടകരമുണ്ടാക്കുന്ന ബാക്ടീരിയയാണ് എന്നാണ് മുന്നറിയിപ്പ്. 2025 മെയ് 21 നിർമ്മിച്ചതും 2026 മെയ് 21 കാലാവധി അവസാനിക്കുന്നതുമായ 500 മില്ലി കുപ്പിവെള്ളം അണുബാധയുള്ളവയിൽ ഉൾപ്പെടുന്നുണ്ട്. UAE-യിൽ നിന്നാണ് ഇവ ഒമാൻ വിപണിയിൽ എത്തുന്നത്. മൗണ്ടൻ ഡ്രോപ്സ് ബ്രാൻഡിന്റെ 2 വ്യത്യസ്ത ബാച്ചുകളിൽ നിന്നുള്ള 250 മില്ലി കുപ്പികളിൽ ബാക്ടീരിയ കണ്ടെത്തിയിട്ടുണ്ട്. 2025 ജൂലൈ 7 നിർമ്മിച്ചതും 2026 ജൂലൈ 6 കാലഹരണപ്പെട്ടതുമായവയും മറ്റൊന്ന് 2025 ജൂൺ 13 നിർമ്മിച്ചതും 2026 ജൂൺ 12 കാലഹരണപ്പെടുന്നതുമാണ്. 2 ബ്രാൻഡുകളിലാണ് അണുബാധയുള്ളതായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി എല്ലാവരും അത് ഒഴിവാക്കുക. കാരണം നമുക്കറിയാം, അവിടുത്തെ ചൂടെന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. വെള്ളം കുടിച്ചാണ് പലരും അതിനെ മറികടക്കുന്നത്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ പോലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ബ്രാൻഡുകൾ ഓർമ്മയിൽ തന്നെ വെച്ചോളുക. 7 റിവേഴ്സ്, മൗണ്ടൻ ഡ്രോപ്സ്, ഇത് രണ്ടിലുമാണ് ഇതുള്ളത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളുക. അടുത്തത്, ഖത്തറിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള സമയപരിധി നീട്ടിയിട്ടുണ്ട്. ഖത്തറിൽ കാലാവധി കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള സമയപരിധി നീട്ടി. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 28 മുതൽ 60 ദിവസത്തെ അധിക സമയപരിധിയാണ് അനുവദിച്ചത്. നേരത്തെ 2007 ട്രാഫിക് നിയമം നമ്പർ 19 അനുസരിച്ച് സമയപരിധി കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ജൂലൈ 27 പുറപ്പെടുവിച്ച അറിയിപ്പിൽ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് വാഹന ഉടമകൾക്ക് 30 ദിവസത്തെ സമയം നൽകിയിരുന്നു. ഈ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് വീണ്ടും 60 ദിവസം കൂടി സമയപരിധി അനുവദിച്ചത്. വാഹന ഉടമകൾക്ക് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കാൻ മതിയായ സമയം നൽകുകയും നിയമപരമായ ബാധ്യതകൾ ഒഴിവാക്കാൻ സഹായിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുകൂടാതെ രാജ്യത്ത് റോഡ് സുരക്ഷ ഉറപ്പാക്കുകയും എല്ലാ വാഹനയാത്രക്കാരും ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്ന് ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. ഖത്തറിൽ ഗതാഗത നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്ന വാഹന ഉടമകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു വിവരം പങ്കുവയ്ക്കാനുള്ളത്, കൈക്കൂലി വാങ്ങി വ്യാജ വിസകൾ. വൻ തട്ടിപ്പ് നടത്തിയ പ്രവാസി സംഘം കുവൈറ്റിൽ അറസ്റ്റിലായിട്ടുണ്ട്. കുവൈറ്റിൽ കൈക്കൂലിയും തട്ടിപ്പും വഴി വ്യാജ വിസകൾ നിർമ്മിക്കുന്ന ക്രിമിനൽ സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ക്രിമിനൽ സെക്യൂരിറ്റി വിഭാഗവും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഘം വലയിലായത്. ഹവല്ലി ഗവർണറേറ്റിലെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിൽ ആക്ടിംഗ് ഡയറക്ടറായിരുന്ന ഒരു ജീവനക്കാരനാണ് ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ. ഇയാൾ തന്റെ പദവി ദുരുപയോഗം ചെയ്ത് ഇടനിലക്കാരന് ഔദ്യോഗിക രേഖകൾ കൈമാറി. ഈ രേഖകൾ ഉപയോഗിച്ച് ഇടനിലക്കാരൻ ഈജിപ്ഷ്യൻ പൗരന്മാർക്ക് വ്യാജ വർക്ക് പെർമിറ്റുകൾ ഉണ്ടാക്കി. ഇതിനു പകരമായി ഓരോ അപേക്ഷയ്ക്കും 130 മുതൽ 250 കുവൈറ്റി ദിനാർ വരെ കൈക്കൂലി വാങ്ങി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണത്തിനൊടുവിൽ ഇടനിലക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. മാൻപവർ അതോറിറ്റിയിലെ ജീവനക്കാരിൽ നിന്ന് രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾക്കായി കൈമാറിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അടുത്തതൊരു പാവയെക്കുറിച്ചാണ്. ഒമാനിൽ ലുബുബു എന്ന പാവ നിരോധിച്ചിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം പ്രചാരണങ്ങൾ തെറ്റാണെന്നും ഒമാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അറിയിച്ചു. അതേസമയം കൊറോമി എന്ന പേരിലുള്ള പാവയെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ അവയുടെ വിൽപ്പന അധികൃതർ തടഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒമാനിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി മസ്കറ്റിൽ നടത്തിയ പരിശോധനയിലാണ് 347 ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്.
കാരണം ഈ പാവകളുടെ മേല് തലയോട്ടിയുടെ ചിത്രങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. അതവിടെ വിൽപ്പന പാടില്ല. ഈ വസ്തുക്കളിൽ ഇങ്ങനെ തലയോട്ടി ചിഹ്നമുള്ളതെല്ലാം തന്നെ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അത് കുട്ടികളുടെ പാവകൾ, സ്കൂൾ ബാഗുകൾ എന്നിവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും. കൊറോമി എന്ന പേരുള്ള പാവകൾ തലയോട്ടി ഡിസൈനിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് ഈ പരാതിക്ക് പ്രധാന കാരണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവയുടെ വിൽപ്പന അധികൃതർ തടഞ്ഞത്. സംഭവവുമായി ബന്ധപ്പെട്ട് കടയുടമകൾക്കെതിരെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമങ്ങൾ ലംഘിച്ചതിന് പിഴയും ചുമത്തിയിട്ടുണ്ട്. മതപരമായും പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായതുമാണ് ഇത്തരം വസ്തുക്കളോ മുദ്രാവാക്യങ്ങളോ വിൽപ്പന നടത്താനോ പ്രദർശിപ്പിക്കാനോ പാടില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിൽ വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അപ്പോൾ ഇങ്ങനെ തലയോട്ടിയുടെ ചിഹ്നമുള്ള പാവ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കൂൾ ബാഗുകൾ, കുട്ടികൾക്കുള്ള പാവകൾ, ഇതൊക്കെ തന്നെയാണ് നിരോധിച്ചിട്ടുള്ളത്. അല്ലാതെ അതിൽ തന്നെ ലുബുബു എന്ന പാവ നിരോധിച്ചിട്ടില്ല. അതും ഇതുപോലെ തന്നെ കുട്ടികളുടെ മറ്റേ സ്കൂൾ ബാഗിന്റെ മുകളിലുള്ള പടമാണ് ലുബുബുവിന്റെ പാവയൊക്കെ, അതിന്റെ മുഖം ഉണ്ടാവാറുണ്ട്. അത് നിരോധിച്ചിട്ടില്ല. അപ്പോൾ ഈ തലയോട്ടി ചിഹ്നമുള്ള കുറോമി എന്നുള്ള പാവ വെച്ചിട്ടുള്ളത് ആരെങ്കിലും കണ്ടാൽ വാങ്ങരുത്, കാരണം അത് നിരോധിച്ചിട്ടുള്ളതാണ്. ഇതൊരു വലിയ വാർത്തയാണോ എന്ന് ചിലരും വിചാരിച്ചേക്കാം. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയല്ല, നമ്മൾ പ്രവാസികൾക്കുള്ള വാർത്തയാണ്. അവിടെയൊക്കെ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിരോധിച്ച സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ അവിടെ കുറ്റകരം തന്നെയാണ്. കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ അധ്യയന വർഷം സ്കൂളുകളൊക്കെ തുറന്നിട്ടുണ്ട് അവധി കഴിഞ്ഞിട്ട്. അപ്പോൾ സ്കൂൾ ബാഗുകളൊക്കെ വാങ്ങുമ്പോൾ ഈ കുറോമി എന്നുള്ള ചിത്രമുള്ള, കുറോമിയുടെ പാവയുടെ ചിത്രമുള്ള ബാഗുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചോറും പാത്രത്തിന്റെ മുകളിലെല്ലാം വാട്ടർ ബോട്ടിലൊക്കെ അതുണ്ടാകും. അതൊന്നും അങ്ങനത്തെ ചിത്രങ്ങളുള്ളത് വാങ്ങരുത്. അതവിടെ നിരോധിച്ചിട്ടുള്ളതാണ്. അടുത്തത് ജാഗ്രത പാലിക്കുക. അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള വ്യാജ കോളുകൾക്കെതിരെ മുന്നറിയിപ്പുമായി UAE മന്ത്രാലയം രംഗത്ത്. അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള വ്യാജ ഫോൺ കോളുകൾക്കെതിരെ UAEയിലെ പൗരന്മാരും താമസക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്വകാര്യ ഡേറ്റ സംരക്ഷിക്കുന്നതിനായി അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുന്നു. ഇവ വ്യാജമാകാം. കൂടാതെ നിങ്ങളുടെ സ്വകാര്യ അല്ലെങ്കിൽ രഹസ്യ വിവരങ്ങൾ നേടുന്നതിനായി ഒരു ഔദ്യോഗിക സ്ഥാപനത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് തെറ്റായി അവകാശപ്പെടുന്ന വിഷിംഗ് വിഭാഗത്തിൽ പെടും. വെള്ളിയാഴ്ച എക്സിലെ ഒരു പോസ്റ്റിൽ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അല്ലെങ്കിൽ വിസ, റെസിഡൻസി, തൊഴിൽ കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റ് അധികാരികൾ എന്നിവർ പരിഗണിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവർ എന്ന നിലയിൽ കോളുകൾ വരാം. താമസക്കാരുടെയും തൊഴിലുടമകളുടെയും റെസിഡൻസി, പാസ്പോർട്ട് വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ, രഹസ്യ ഇടപാട് കോഡുകൾ എന്നിവയുൾപ്പെടെയുള്ള സെൻസിറ്റീവ് വിശദാംശങ്ങൾ മോഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത്തരം കോളുകൾ എന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംശയാസ്പദമായ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ 600-59-0000 എന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയോ അതിന്റെ അല്ലെങ്കിൽ ഒരു ജിമെയിൽ ID ഉണ്ട്, ask@mohre.gov.ae എന്ന ഇമെയിൽ ID, ask@mohre.gov.ae എന്നുള്ള ജിമെയിൽ IDയിൽ ബന്ധപ്പെടുകയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം. കാരണം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. തട്ടിപ്പുകാരുടെ രീതി ഏതാന്ന് വെച്ചാൽ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ നിന്ന് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി വ്യക്തിപരമോ രഹസ്യമോ ആയ വിവരങ്ങൾ നേടുക. അതിന് ഉപയോഗിക്കുന്ന വഴി എന്ന് പറയുന്നത് അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകളായിരിക്കും. പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടില്ലേ? സംശയാസ്പദമായതോ അജ്ഞാതമായതോ നമ്പറുകളിൽ നിന്നുള്ള കോളുകളോട് പ്രതികരിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞിരിക്കുന്നത്. വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും വിളിക്കുന്നയാളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക. അടുത്ത വാർത്ത വരുന്നത് സൗദി അറേബ്യയിലെ അസീറിൽ കനത്ത മഴയും പ്രളയവുമാണ്. തിങ്കളാഴ്ച വരെ കാലാവസ്ഥാ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്, ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. സൗദിയുടെ തെക്കുപടിഞ്ഞാറ് മേഖലയായ അസീറിൽ കനത്ത മഴയിലുണ്ടായ പ്രളയത്തിൽ ഒട്ടേറെ കാറുകൾ ഒലിച്ചുപോയി. ആളപായമുള്ളതായി റിപ്പോർട്ടില്ല. സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസീറിലെ റോഡുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തുകയായിരുന്നു. രാജ്യത്തുടനീളം തിങ്കളാഴ്ച വരെ കനത്ത മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കനത്ത മഴ മൂലം വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും ആലിപ്പഴ വർഷവും പ്രവചിച്ചിട്ടുണ്ട്. നജ്റാൻ, ജിസാൻ, അസീർ, അൽബാഹ, മക്ക, മദീന എന്നിവിടങ്ങളിൽ പൊടിക്കാറ്റിനും സാധ്യത പ്രതീക്ഷിക്കുന്നു. കിഴക്കൻ പ്രവിശ്യ റിയാദ്, ഹായിൽ, അൽ ഖസീം എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കും.
തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞ് രൂപപ്പെട്ടേക്കാം. കനത്ത മഴ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ സിവിൽ ഡിഫൻസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്വരകളിലേക്കും വെള്ളക്കെട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കും പോകരുതെന്നും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഇതൊക്കെയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ. എല്ലാവരും ഈ മുന്നറിയിപ്പുകളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. പിന്നെ ഓണത്തിന്റെ ആഘോഷങ്ങൾ ഇവിടെ ഉള്ളതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ മലയാളികളും ഓണം ഗംഭീരമായി ആഘോഷിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരുടെയും ഓണാഘോഷങ്ങൾ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷമായും ഇരിക്കുക. നാട്ടിൽ പോകാൻ കഴിയാത്ത വിഷമത്തിലുള്ളവരുമുണ്ട്, അവരെല്ലാവരും. അപ്പോൾ നാട്ടിലേക്ക് പണം അയക്കുന്നവരെല്ലാം ഈ സമയം നല്ല സമയമാണ്. എത്രയും പെട്ടെന്ന് പണമൊക്കെ ഉണ്ടെങ്കിൽ ശമ്പളം കിട്ടിയ ഉടനെ തന്നെ വീട്ടിലേക്ക് അയക്കേണ്ടത് ഇപ്പോൾ തന്നെ അയക്കുക. അതുപോലെ ഒമാനിലുള്ളവർ ജാഗ്രത കുടിവെള്ളത്തിന് ആക്കണം. പിന്നെ അതുപോലെ സ്കൂൾ ബാഗുകളിൽ കുറോമി എന്നുള്ള പാവയില്ലാതെ സൂക്ഷിക്കണം. ഇതൊക്കെയാണ് നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്. കൂടുതൽ വാർത്തകളുമായി കാണാം. നമസ്കാരം.